പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഇഷ തന്നോട് അഭിഷേക് പറഞ്ഞ കാര്യത്തിൽ തനിക്ക് ഒട്ടും വിശ്വാസമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് സ്വന്തം മാഷിന്റെ മകളുടെ അസുഖം മാറുന്നതിനായി ഒരാൾ താലി കെട്ടുക? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതെല്ലാം അവൻ വെറുതെ പറയുകയാണ്. എനിക്ക് ഒട്ടും തന്നെ വിശ്വാസം ഇപ്പോൾ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇഷ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലെ വേലക്കാരി ഇഷയെ സമാധാനിപ്പിക്കുകയാണ്. ഇഷ എന്തായാലും സത്യങ്ങൾ പുറത്തു വരാതിരിക്കുകയില്ല. ധൈര്യമായി കാത്തിരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എടുത്തുചാടി ഒരു തീരുമാനങ്ങളും ഇപ്പോൾ എടുക്കരുത് എന്നും എല്ലാം ശരിയാകും എന്നും വ്യക്തമാക്കുന്ന അവർ, നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അഭിഷേക് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്ര നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. എനിക്കും ഈ കാര്യത്തിൽ എന്തൊക്കെയോ സംശയമുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ, പോലീസ് എന്തായാലും സത്യങ്ങൾ തെളിയിക്കട്ടെ, അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്യുകയാണ് അഭിഷേകിനെയും അതുപോലെ തന്നെ സോഹനെയും. ദേവബാല എവിടെയാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അമ്മയും അതുപോലെ തന്നെ നീയും ജയിലിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ നിങ്ങൾക്ക് നേരെയുണ്ട്. അത് നീ മനസ്സിലാക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് അഭിഷേക്. മാത്രവുമല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സാറിനോട് ആദ്യമേ പറഞ്ഞു. എനിക്ക് അറിയില്ല അവൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. നിങ്ങൾ അതെന്നെ എത്രയൊക്കെ തല്ലിയിട്ട് ചോദിച്ചാലും എനിക്ക് ഈ ഉത്തരം മാത്രമേ പറയാനുള്ളൂ. കാരണം എനിക്ക് കൂടുതലൊന്നും ഇതിൽ പറയാനില്ല എന്നതാണ് സത്യാവസ്ഥ. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് എനിക്ക് അറിയില്ല. സോഹനോട് ചോദിച്ചാലും ഇത് തന്നെയാണ് സോഹനും പറയാനുണ്ടാവുക. കാരണം ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് ഇതെല്ലാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും വിശദീകരിക്കാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ദേവബാല രക്ഷപ്പെട്ട് മുന്നിലേക്ക് പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ തിരികെ പോകണം എന്ന് തീരുമാനിക്കുന്ന ദേവബാല ജയരാമന്റെ ആളുകൾ പിന്നാലെ വരുന്നുണ്ടോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ജയരാമനാകട്ടെ അവൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പിന്തുടർന്ന് പോകണം എന്ന് തീരുമാനിക്കുന്നു. പോലീസിന്റെ പിടിയിൽ അവൾ ആവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ പോലീസ് പിടികൂടും. പോലീസ് പിടികൂടിയാൽ അറിയാമല്ലോ, ജയിലിൽ കിടക്കേണ്ടതായി വരും. അങ്ങനെ എളുപ്പമൊന്നും ജയിൽ പോലും കിട്ടുകയില്ല. അതുകൊണ്ട് അവൾ നമ്മുടെ കൈവിട്ട് പോകാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അധിക ദൂരം ഇപ്പോൾ അവൾക്ക് കടന്ന് കളയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ പിന്നാലെ പോവുകയാണ് എങ്കിൽ അവളെ പിടികൂടാൻ സാധിക്കും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. മാത്രവുമല്ല, ബാക്കി കാര്യങ്ങൾ നീ ഇപ്പോൾ പോയി അന്വേഷിച്ച് വരാൻ പറയുകയും ചെയ്യുന്ന ജയരാമൻ ഇതേ തുടർന്ന് അവൾ തിരികെ അഭിഷേകിന്റെ വീട്ടിലെത്തിയോ എന്ന് അറിയാൻ പോയിരിക്കുകയാണ്. അഭിഷേകിന്റെ വീടിന്റെ അവിടേക്ക് അവിടെയുള്ള ആളുകളോട് തന്ത്രപൂർവം കാര്യങ്ങൾ ചോദിക്കണമെന്ന് തീരുമാനിക്കുകയും എന്തുകൊണ്ടാണ് ഈ വീട് അടഞ്ഞു കിടക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇവിടെയുള്ള ഗായത്രിയെ കാണാൻ വന്നതാണ്. അവരുടെ അകന്ന ബന്ധുവാണ്. പക്ഷേ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന്, അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ?
ഇവിടെയുള്ള അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കുകയാണ്. അഭിഷേക് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള കാരണമാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ആ പെൺകുട്ടിയെ അവൻ കൊന്നുകളഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും ക്രൂരനാണ് എന്ന് അവനെ കണ്ടാൽ തോന്നുമോ? ഒരിക്കലും ഞങ്ങൾ ഈ കാര്യം വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ ഞങ്ങളാകെ ഞെട്ടിപ്പോയത്. ഓരോ മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആള് പോകുന്നു. ഇതോടെ ദേവബാല തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ജയരാമൻ. പക്ഷേ മാത്രവുമല്ല, പോലീസ് കേസ് ആയ സ്ഥിതിക്ക് കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇനി ചെയ്തില്ല എങ്കിൽ അകത്തു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രയും പെട്ടെന്ന് തന്നെ ദേവബാലയെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ പണിപാളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉടനെ തന്നെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കണം എന്ന് തീരുമാനിക്കുന്ന ജയരാമൻ തിരികെ പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് തൻ്റെ സഹായിയെ ചെന്ന് കാണുന്ന ജയരാമൻ ഇപ്പോൾ പോലീസ് കേസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. എടുത്തുചാടി ഒന്നും ഇപ്പോൾ ചെയ്യരുത്. വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ. ദേവബാല പോലീസിന്റെ മുൻപിൽ പെടുകയാണ് എങ്കിൽ നമ്മൾ അകത്തു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ വട്ടത്തി പെണ്ണ് കാരണം നമുക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അന്വേഷണം ഉടൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്ത് ജയരാമൻ അന്വേഷിച്ചു പോയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയമാകട്ടെ ദേവബാല ഇനി എങ്ങനെ തിരികെ വീട്ടിലെത്തും എന്നുള്ള ആലോചനയുമായി മുന്നിലേക്ക് പോവുകയാണ്. ഏതാണ് വഴി? എങ്ങനെയാണ് അവിടെ എത്തേണ്ടത്? കയ്യിൽ യാതൊരു പൈസയുമില്ല. എങ്ങനെ ഇനി ഈ പ്രതിസന്ധി അതിജീവിക്കും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് ദേവബാല മുന്നോട്ട് പോകുമ്പോഴാണ് ദേവബാലയെ രക്ഷിക്കുന്നതിനായി അപ്രതീക്ഷിതമായി ആ അതിഥി കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.